ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കല്ലറയുടെ കലവറയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോഴേ നമ്മുടെ സ്വന്തം തോട്ടത്തിൽ വിളഞ്ഞ ഒരു കായ കൊണ്ടുള്ള ഒരു അച്ചാറാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ കായ നിങ്ങൾക്ക് ഏതാണെന്ന് അറിയാവോ? ഇതാ, പരിചയമുണ്ടോ? ആനവായിൽ അമ്പഴങ്ങ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതാ ഈ സാധനം. അപ്പോൾ ഈ അമ്പഴങ്ങ കൊണ്ട് ഒരു അച്ചാർ, അടിപൊളി ഒരു അച്ചാറാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ കണ്ണിമാങ്ങ പരുവത്തിനുള്ള അമ്പഴങ്ങയാണ് നമ്മൾ അച്ചാറിനായിട്ട് എടുക്കുന്നത്. മുൻപ് ഈ അമ്പഴമരം എന്നൊക്കെ പറയുന്നത് വലിയ വൻ മരങ്ങളായിരുന്നു. ഇപ്പോൾ ശാസ്ത്രം വികസിച്ച് വന്നപ്പോഴത്തേക്ക് അതെല്ലാം ബഡ് തൈകളായിട്ട് നമ്മുടെ മുറ്റത്ത് വളരുന്ന ഒരു ചെടിയായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. എല്ലാ വീടുകളിലും ഇപ്പോൾ കാണാം. അപ്പോൾ ഇത് ഓരോ കൊലകളായിട്ട് നമുക്ക് ഒടിച്ചെടുക്കാം. ഇവിടെ സാധാരണ കണ്ണിമാങ്ങയുടെ പ്രായമായ കായാണ് നമ്മൾ ഈ അച്ചാറിനായിട്ട് ഉപയോഗിക്കുന്നത്. എൻ്റെ ഉള്ളിലുള്ള കുരു മുറ്റിപ്പോയാൽ എടുക്കാൻ പറ്റത്തില്ല. ഫ്രഷ് പറിച്ചതുകൊണ്ട് കറയൊക്കെ കാണും, നമുക്ക് നല്ലതുപോലെ കഴുകിയെടുക്കാം. അപ്പോൾ കുറച്ച് സമയം വെള്ളം വാർന്നു പോകുന്നതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. വീട്ടിൽ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക, നല്ലതുപോലെ ജലാംശം മാറിയതിന് ശേഷം മാത്രം ചെയ്യുക. എങ്കിൽ തോനെ നാൾ ഇത് കേടുകൂടാതെ ഇരിക്കും. ഇനി നമുക്ക് ഇതിനെ ഇതുപോലെ ഓരോ പീസുകളായിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. നീളത്തിൽ അരിയുന്നതാണ് നല്ലത്. നമുക്കിത് മുഴുവനും അരിഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മൾ അമ്പഴങ്ങ മൊത്തത്തിൽ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള സാധനങ്ങളെന്ന് പറയുന്നത് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ്. നമുക്കിതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതുപോലെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയൊക്കെ എടുക്കാം. അപ്പോൾ നമുക്കിനി അച്ചാറിൻ്റെ കൂട്ട് റെഡിയാക്കാം. പാത്രം അടുപ്പിൽ വെച്ചൊന്ന് ചൂടാകട്ടെ. അപ്പോൾ നമ്മൾ 1.5 കിലോളം അമ്പഴങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു 100 ഗ്രാം നല്ലെണ്ണ കടുവറുക്കുന്നതിനായിട്ട് ഒഴിച്ച് ചൂടാക്കാം. അപ്പോൾ നല്ലെണ്ണ ചൂടായി കഴിഞ്ഞ് നമുക്കിനി കടുകിട്ട് പൊട്ടിക്കാം. അപ്പോൾ അച്ചാറിന് എപ്പോഴും നല്ലെണ്ണയാണ് എടുക്കേണ്ടത്. അതാണ് ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ കടുക് ഏകദേശം പൊട്ടി തീർന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറ്റൽമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. അത് മുളക് ചില മൂത്ത് വരുമ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്കിടാം. അത് നല്ലതുപോലെ ഒന്ന് എണ്ണയിലൊന്ന് വാടി വരണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തീ ഒരല്പം കുറയ്ക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നേരിട്ട് തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, അത് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നല്ല കളറ് കിട്ടും. ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് വിനാഗിരി, ഇതിനാവശ്യമായ വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കേടുകൂടാതിരിക്കുന്നതിന് വേണ്ടി വിനാഗിരി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഉപ്പ് മുന്തി നിന്നാൽ മാത്രമേ അച്ചാറിന് കറക്റ്റായ ഉപ്പ് ടേസ്റ്റ് കിട്ടൂ. ഇനി നമുക്കിതിലേക്ക് കായപ്പൊടി ഇടാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉലുവ, ചൂടാക്കി പൊടിച്ച ഉലുവ, അതിൻ്റെ പൊടി. അതുപോലെ തന്നെ നമ്മൾ കടുകുമാങ്ങ അച്ചാറിൽ ഞാൻ പറഞ്ഞിരുന്നു, പച്ചയ്ക്ക് കടുക് പൊടിച്ചെടുക്കുന്ന ആ പൊടിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കുക.
ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അമ്പഴങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നമ്മളതിനെ ഇളക്കി യോജിപ്പിച്ചാൽ മതി. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ കൂട്ട് ഈ അമ്പഴങ്ങയിൽ നല്ലതുപോലെ പിടിക്കത്തക്ക രീതിയിൽ നമുക്ക് ഇതിന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഏകദേശമൊക്കെ മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അമ്പഴങ്ങ അച്ചാർ ഇവിടെ റെഡിയാണ്. ഇത് അപ്പോൾ വേണമെങ്കിലും കഴിക്കാം. പിറ്റേ ദിവസം മുതലായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ആവുന്നത്. അപ്പോൾ അമ്പഴങ്ങ കിട്ടുന്നവർ ഇതുപോലൊരു അച്ചാറും തയ്യാറാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ അച്ചാറിൻ്റെ എണ്ണം ടേസ്റ്റ് നോക്കാം. നമ്മൾ സ്ഥിരം ടേസ്റ്റ് നോക്കുന്ന ആളുകൾ തന്നെയാണ്. കുട്ടിപ്പട്ടാളം എത്തിയിട്ടുണ്ട്. സൂപ്പർ അല്ലേ? അപ്പോൾ ഓക്കെ, ഇതുപോലുള്ള കിടിലം വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരും. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്നേഹപൂർവ്വം കല്ലറയുടെ കലവറ.